കേരളത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കുന്നത് പ്രവാസിയായിട്ടുള്ള ഞാൻ ഈ ഒരു അവധിക്കാലത്താണ്. വയ്യലപ്പ് കഴിഞ്ഞ് KLFൻ്റെ വേദിയിൽ വന്നിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ടാവണം തീർച്ചയായിട്ടും യാത്ര കണ്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി ഒരു സെഷൻ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് DC എന്നെ വിളിച്ചെന്ന് വിശ്വസിക്കുന്നു. സന്തോഷം. നമ്മൾ കണ്ടിട്ടില്ലാത്ത ദേശങ്ങൾ, ഭാഷകൾ, അറിവുകൾ, അതിർത്തികൾക്കപ്പുറത്തേക്ക് നീണ്ട യാത്രകൾ നടത്തിയ വളരെ പ്രസിദ്ധരായിട്ടുള്ള ഗംഭീരരായിട്ടുള്ള 3 വ്യക്തികൾക്കൊപ്പമാണ് നമ്മൾ ഇന്ന് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പാനലിലിരിക്കുന്ന മറ്റ് അതിഥികളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ രാജേഷ് കൃഷ്ണ, അദ്ദേഹം ഒരു സോളോ ട്രാവലറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഈ ഒരു KLFൻ്റെ ചടങ്ങുകളിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട്. ലണ്ടൻ ടു കേരള എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ഫിലിം പ്രൊഡ്യൂസർ കൂടിയാണ്. ശ്രീ ബാബു പണിക്കർ ഡൽഹി ബേസ്ഡ് ആയിട്ട് ഒരു ട്രാവൽ കമ്പനി നടത്തുന്നുണ്ട്. അദ്ദേഹവും ഒരു ഓഥറാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉടൻ തന്നെ DC പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ചെയർമാൻ കൂടിയാണ്. ശ്രീ സുജിത് ഭക്തൻ, അദ്ദേഹം ആദ്യം ബ്ലോഗറായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. ശേഷം ബ്ലോഗറായി, യൂട്യൂബറായി. അദ്ദേഹവും ട്രാവലറാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയ്ക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് കൂടിയാണ് ശ്രീ സുജിത് ഭക്തൻ. നമുക്കിനി കൂടുതൽ ദീർഘിപ്പിക്കാതെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. യാത്ര കണ്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും. ഞാൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നത്, യാത്ര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സത്യത്തിൽ വായന വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 പേരുടെ അനുഭവങ്ങൾ യാത്രയെക്കുറിച്ച് എങ്ങനെയാണ് എന്ന് തിരക്കാം. ശ്രീ രാജേഷ് കൃഷ്ണ, താങ്കൾ കണ്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ യാത്രയെക്കുറിച്ച്. അത്തരം യാത്ര എന്നത് എന്നെ സംബന്ധിച്ച് സംഭവിച്ചു പോയതാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ആദ്യമായി കാണുന്ന പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബുക്കുകളെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ പോലെയുള്ള യൂറോപ്യൻ വേൾഡിലേക്കുള്ള കവാടങ്ങൾ പോലെയുള്ള ബുക്കുകളാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ കണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പ്രഭാത് ബുക്ക്ഹൗസിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് അതിലൂടെ എനിക്കൊരു പക്ഷേ ഈ തിരുവനന്തപുരത്തേക്കാളിലും പമ്പയേക്കാളും പരിചിതമായത് വോൾഗയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗും ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വായനയിലൂടെ രൂപപ്പെട്ട് നമുക്കത് കാണണമെന്നുള്ള അത്യാഗ്രഹത്തിലേക്ക് നമ്മൾ രൂപപ്പെടുകയാണ്, തനിയെ രൂപപ്പെടുകയാണ്. അതിനപ്പുറം നമ്മൾ യാത്രകൾ തുടങ്ങുമ്പോൾ ഞാൻ ഉത്തരവാദിത്വമില്ലാതെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാരമില്ലാതെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സുജിത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, സുജിത്ത് ഒരു ഇൻഫർമേഷൻ വളരെയധികം പങ്കുവെക്കുന്ന ഒരാളാണ്. യാത്ര നമുക്ക് കാണിച്ചു തരുന്ന ആളാണ്. ബാബു പണിക്കാണെങ്കിൽ അദ്ദേഹം നമ്മൾ കേൾക്കുന്ന കാലം മുതലേ പണിക്കൊത്താവൽത്തുന്ന ഒരു ട്രാവൽ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഡൽഹി അല്ലെങ്കിൽ ഉത്തരേന്ത്യയെക്കുറിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം അവരുടെ 2 പേരുടെയും ഭാരമുണ്ട് അവർക്ക് യാത്ര ചെയ്യുന്നതിൽ എന്ന് എനിക്ക് തോന്നുന്നു. അവരാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. എൻ്റെ യാത്രകൾ ഞാനൊരിക്കലും ഫിക്സ് ചെയ്ത റൂട്ടുകളിലൂടെ സഞ്ചരിച്ച ഒരാളല്ല. എനിക്ക് കോഴിക്കോടായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ, ഒരു 20-25 വർഷം മുന്നേ ഒക്കെ ഇവിടെ എൻഫീൽഡിൻ്റെ ബൈക്ക് റാലികൾ സംഘടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടുത്തെ സൗത്ത് ഇന്ത്യ മുഴുവൻ എൻഫീൽഡിൽ ഫോറിനർ റിക്രീസേഴ്സുമായി കറങ്ങുമായിരുന്ന ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ യാത്രയെ നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോയ ഒരാളാണ്. അവസാനത്തെ യാത്രയെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നെ പറയാം. നമസ്കാരം. ഇതിലെ 2 അനുഭവസ്ഥരുടെ ഇടയിലാണ് ഞാനിരിക്കുന്നത്. അവർ യാത്ര ചെയ്ത് ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ്. പക്ഷെ എൻ്റെ അനുഭവ സമ്പത്തൊന്നും യാത്ര ചെയ്യിച്ചിട്ടുള്ളതാണ്. ഞാൻ ആൾക്കാരെ
യാത്ര ചെയ്യാനുള്ള യാത്രക്കാർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരുടെ യാത്ര ചെയ്യുന്നതിലൂടെയുള്ള അനുഭവങ്ങൾ അറിയുന്ന ആളാണ്. എനിക്കതിൽ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ എനിക്കറിയാൻ സാധിക്കും. പക്ഷേ ഇത്രയും ആഴത്തിനുള്ള അനുഭവങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള രീതിയിൽ പങ്കുവയ്ക്കാൻ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ്, യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആ സ്ഥലത്തെക്കുറിച്ചും അത് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ ഏതൊക്കെ രീതിയിൽ ലഭിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ അതറിഞ്ഞിട്ട് യാത്ര ചെയ്ത് കഴിയുമ്പോൾ യാത്ര കുറച്ചുകൂടെ സന്തോഷകരമായിരിക്കും. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, ഉത്തരേന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥയെക്കാട്ടിലും വളരെ വിപരീതമായിരിക്കും, പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി മാസങ്ങളിൽ. അതിൽ ഇതിനെക്കുറിച്ച് ഏത് സ്ഥലത്തേക്ക് പോകുന്ന അതിനെക്കുറിച്ച് അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റും. അന്നേരം യാത്രയുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമാക്കി തീർക്കണമെങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതായിരിക്കണം. ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ലഗേജ് ക്യാരി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളിവിടെ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തമായിട്ടല്ല, വളരെ ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ വേദിയിൽ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല, ഇവിടെ എന്തുവാണ് എങ്ങനെയാണെന്നും. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്ര, സുജിത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏറ്റവും വളരെ രീതിയിൽ യൂട്യൂബിലൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേർക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര പോകേണ്ട കാര്യങ്ങൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കും, എന്താണെന്ന് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കി ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിലോട്ട് കൊടുക്കാം. സെയിം ചോദ്യം തന്നെ അല്ലേ? ഓക്കെ. പണ്ട് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സും ജോഗ്രഫി ക്ലാസ്സും പണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര ബോറായിരുന്നു എനിക്ക്. ജോഗ്രഫി പിന്നെ ഓക്കെ ആയിരുന്നു. ഹിസ്റ്ററി ക്ലാസ് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അന്ന് പഠിക്കാത്ത പല സംഭവങ്ങളും ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ വായിച്ചു പഠിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാൾക്ക്, ഞാൻ അവിടെ പോയിട്ട് ലൈവായിട്ടാണ് കമൻട്രി പറഞ്ഞ് വീഡിയോ ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ സ്ഥലത്തെ പറ്റി വായിക്കണം, പഠിക്കണം, പല കാര്യങ്ങളും. ഇപ്പോൾ കംബോഡിയ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ നടന്ന കൂട്ടക്കൊല, ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വിയറ്റ്നാം ചെല്ലുമ്പോൾ വിയറ്റ്നാമിലെ അമേരിക്കക്കാർ നടത്തിയ യുദ്ധങ്ങൾ, പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കൂട്ടക്കൊലകൾ, പിന്നെ അങ്ങനെ ആ നാടിൻ്റെ ചരിത്രം, ബാക്കിയുള്ള ചരിത്രമൊക്കെ പണ്ട് വായിച്ചില്ല എന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ആ യാത്രയ്ക്ക് മുൻപ് തന്നെ അത് വായിക്കുന്നുണ്ട്, പല കാര്യങ്ങളും. വായന എന്നുള്ളതിലുപരിയായിട്ട് ഇപ്പം നമുക്ക് ധാരാളം വീഡിയോകളും നമുക്ക് അവൈലബിൾ ആണ്. ഈ വായനയെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു വേർഷനാണല്ലോ വീഡിയോ എന്ന് പറയുന്നത്. വായിക്കാൻ മടിയുള്ളവരുണ്ടാവാം, വീഡിയോ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഈസി ആയിട്ട് കാണാം. അപ്പോൾ യാത്ര ചെയ്യുന്നതിനോടൊപ്പം തന്നെ വായിക്കുക എന്നുള്ളൊരു ശീലം ശരിക്കും ഞാൻ തുടങ്ങിയത് ഒരു 4-5 വർഷമായിട്ടുള്ളൂ. കാരണം അതങ്ങനെയാണ്. ഇത് ഒന്നും അറിയാതെ നമ്മളൊരു സ്ഥലത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു പ്യുവർ എസൻസ് നമുക്ക് കിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് ആ സ്ഥലത്തെ പറ്റി മനസ്സിലാക്കി നമ്മൾ അവിടെ പോയി കഴിയുമ്പം നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫീലിൽ നമുക്ക് ആ ഒരു സ്ഥലം ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഞാൻ സുജിത് ഭക്തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം താങ്കൾ പറയുന്നുണ്ട് യാത്ര തുടങ്ങുന്നതിന് മുൻപ് ആ ദേശത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണമെന്ന്. താങ്കൾ വളരെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ്, ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ചോദ്യം, ഇത്തരത്തിൽ യാത്രകൾ ചെയ്തതിന് ശേഷം താങ്കൾ നടത്തുന്ന പ്രസൻറ്റേഷൻസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, ഈ ഡേറ്റ സമൂഹത്തിന് മുൻപിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് നടത്താറുണ്ടോ? അതിനെക്കുറിച്ചാണ്. ഞാൻ ആക്ച്വലി എൻ്റെതായിട്ടുള്ളൊരു ബേസിക് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ കമൻട്രികൾ നൽകി വീഡിയോകൾ ചിത്രീകരിക്കുന്നത്. എൻ്റെതൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈൽ വീഡിയോ അല്ല. കൂടുതലും നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതലും ഷെയർ ചെയ്യുന്നത്. വിശദമായിട്ടുള്ള ചരിത്രത്തിലേക്ക് ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോകൾ കൊണ്ടുപോകാറില്ല. കാരണം അങ്ങനെ ഷെയറായിട്ട് ഇപ്പോൾ നമുക്ക് ഒപ്പോസ് നമ്മുടെ സഞ്ചാരം ചാനലൊക്കെ അതേപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ചരിത്രം ഉൾപ്പെടുത്താതെ വളരെ ബേസിക് ആയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്.
ഫാക്ട് ചെക്ക് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പം മിസ്റ്റേക്ക് വരാറുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾ കമൻറ്റ് ചെയ്ത് നമുക്ക് അറിയിക്കും. പിന്നെ അത് തിരുത്താൻ പറ്റില്ലല്ലോ, ഓൾറെഡി പബ്ലിഷ് ചെയ്ത വീഡിയോ. എന്നാലും ഇപ്പം നിലവിലും വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ കണ്ട് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് വരാറുണ്ട്, കാരണം എൻ്റെത് എപ്പോഴും ലൈവാണ്. നമ്മളൊരു പഠിച്ചിട്ട് അവിടെ പോയിട്ട് അന്നേരം അനുഭവിച്ച് നമ്മുടെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്സ് ഉണ്ടാവും. പിന്നെ മാക്സിമം എറർ ഫ്രീ ആക്കാൻ ശ്രമിക്കാറുണ്ട്. നത്തിങ് ഈസ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് നല്ല. രാജേഷ് കൃഷ്ണ ഒരു സോളോ ട്രാവലറാണ്. ഏകദേശം 19 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് പുജിത് ഭക്തൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാനുള്ളത്, താങ്കൾ ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നതിന് മുൻപായിട്ട് സ്വാഭാവികമായിട്ടും ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ടല്ലോ. അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ്, വ്ളോഗേഴ്സ്, ഏജൻസീസ് അവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണത്? എൻ്റെ യാത്ര വളരെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന യാത്രയാണ്. കാരണം ഞാൻ വളരെ തയ്യാറെടുപ്പുകളോടുകൂടി 2018 ഇതേ യാത്ര ചെയ്യാൻ ശ്രമിച്ച് പാകിസ്ഥാൻ വിസ കിട്ടാതെ പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന് സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ കളിയാക്കലുകൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ യാത്ര ഞാൻ ആരെയും അറിയിച്ചില്ല. ഞാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് പുറത്തേക്ക് അറിയിക്കുന്നത്. പിന്നെ അതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ശുചിത്തിനുള്ള ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. ഇപ്പം നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു വിൻഡോയിലുള്ള സൈഡിലിരിക്കുന്ന ആളുകൾ തന്നെ കാണുന്ന കാഴ്ചകൾ വലുതാണ്. നമുക്ക് കാണേണ്ട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ യാത്ര ചെയ്തത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇത് നടത്തണമെന്നുള്ളൊരു ആത്മാർത്ഥമായ വാക്യം ഉണ്ടായിരുന്നു. 2, ഞാൻ പിഴുത്താവരുത് എന്ന്. പിഴുത്ത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ ഈ പോകുന്ന ഒരു യാത്രയിൽ താമസിച്ച ഒരു സ്ഥലവും നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല. എനിക്ക് കൃത്യമായ യാത്രാ പഥങ്ങളില്ലായിരുന്നു. എൻ്റെ ലക്ഷ്യം ഹൈവിക്കം എന്ന് പറയുന്ന ലണ്ടനിലെ എൻ്റെ വീട്ടിൽ നിന്ന് പത്തനംതിട്ട എൻ്റെ വീട്ടിലേക്ക് പോവുക. അതിനുള്ളിൽ ഏതൊക്കെ രാജ്യത്ത് കടന്നു പോകാൻ എനിക്ക് ലീഗലി വിസയുണ്ട്, ആ രാജ്യത്തൂടെ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. യൂറോപ്പ് എങ്ങനെ വേണം നമുക്ക് ട്രാവൽ ചെയ്യാവുന്ന സ്ഥലമാണ്. അതിനപ്പുറം ടർക്കി, ഇറാനെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് ഇപ്പം ഹാനി ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി കൂടുന്നത്. ഇപ്പോൾ ഇറാനെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഞാൻ ഈ സഞ്ചരിച്ച വഴികളിലെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ചും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ വാംത് എന്ന് പറയാം, എനിക്ക് ഈ യാത്രയിൽ ഈ യാത്രയിൽ 19 രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം ഇറാനാണ്. കാരണം ആ ജനത എന്നെ എങ്ങനെ സ്വീകരിച്ചു, എങ്ങനെ ഞാൻ ആ നാട്ടുമ്പുറങ്ങളിൽ കൂടെ ഡ്രൈവ് ചെയ്തു. ഇറാനിൻ്റെ ഡീസലിന് വളരെ വിലക്കുറവാണ്, 6 രൂപയേ ഉള്ളൂ. പക്ഷേ ആ 6 രൂപയ്ക്കുള്ള ഡീസൽ പോലും ഞാൻ പൈസ കൊടുത്ത് അടിക്കേണ്ടി വന്നില്ല. കാരണം ഈ യാത്രയെക്കുറിച്ച് അറിയുന്നവർ, ഇത് കാണുന്നവർ വന്ന് ഡീസൽ അടിച്ചു തരാം. നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും നമ്മൾ പേ ചെയ്യാൻ സമ്മതിക്കുക. കാരണം നമുക്കത് ഡയറക്റ്റ്ലി ഡീസൽ അടിക്കാനും നോക്കില്ല. അവിടെ ഒരു പെർമിറ്റ് ഉണ്ട്, ഒരു കാർഡുണ്ട്. ഹെവി വെഹിക്കിൾസിന് മാത്രമേ അവിടെ ഡീസലുള്ളൂ. അപ്പോൾ അവരുടെ പെർമിറ്റിൽ വേണം നമുക്ക് അടിക്കാൻ. നമ്മൾ അവരെ പൈസ പിടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. കാരണം അത് പ്രീപെയ്ഡ് കാർഡ് പോലെ കാർഡാണ്. അപ്പം അത്തരത്തിൽ മുതൽ പട്ടണം കിട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇറാനെ കുറിച്ച് കേട്ടിട്ടുള്ള സ്ത്രീ സ്വാതന്ത്ര്യമില്ലായ്മ എന്നത് തികച്ചും തെറ്റായിരുന്നു എന്ന് നേരിൽ കണ്ട ആളാണ് ഞാൻ. അത് അത്തരം റിജിഡ് നിയമങ്ങളുള്ള സ്ഥലങ്ങളുണ്ടാവാം. പക്ഷേ എനിക്ക് സുജിത്തിൻ്റെ ഉത്തരത്തോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം, ഭവൻ വേണ്ടിയല്ല. പക്ഷേ ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ ഞാൻ UK കുറിച്ച് കണ്ടു, UK ഹെൽത്ത് സിസ്റ്റത്തെക്കുറിച്ച്. ഞാൻ UK 22 വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് ഇത്തിരി കോൺട്രഡിക്ടറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കവിടെ മെഡിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ, ടെർമിനലി ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്നുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും. എന്നാൽ ചെറിയൊരു പനിയുമായിട്ട് ചെന്ന് ആരും അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ GP എന്നാണ് പറയുന്നത്, അവിടേക്ക് പോകാറില്ല. കാരണം അവിടുത്തെ ഫാർമസിസ്റ്റ് തന്നെ, നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഇവിടെ നേരിട്ട് പോയാൽ ആൻറ്റിബയോട്ടിക്സ് കിട്ടും. എന്നാൽ അവിടെ ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. ഇവിടെ നമ്മൾ വാങ്ങിക്കാറുണ്ട്, നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയാറുണ്ട്. കിട്ടുമ്പോൾ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം, നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയാറുണ്ട്. ഇനി ഇവിടുത്തെ ഏത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലും കിട്ടും.
UK-ൽ നമുക്ക് ഫാർമസിസ്റ്റിന് തന്നെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ മിനിമം ലെവലിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മെഡിസിൻ തരാൻ കഴിയും. അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ സ്റ്റോറിൽ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കൗണ്ടറിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ പാരസെറ്റമോൾ അടക്കമുള്ള മെഡിസിൻ കിട്ടും. നമ്മളുടെ ഒരു പേഷ്യൻ്റ് നമ്മളിവിടുത്തെ OP-യിൽ ഒരു 200 പേരെ ഒരു ദിവസം നമ്മൾ ഒരു ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ അവിടെ കാണുന്നത് 10 പേരെ ആയിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത് ആ 10 പേർക്ക് ഉണ്ടാകുന്ന ഒരു ചികിത്സാ പിഴവിന് ആ ഡോക്ടർ ലൈഫ് ലോങ് ലയബിൾ ആയിരിക്കും. അതിന് ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരും, അതിൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം അത്ര സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാം. ഇപ്പം സുജിത്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അവിടെ താമസം നേരിടാറുണ്ട്. പക്ഷേ കാര്യമായ അസുഖമുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന ഒരു ഇടമാണത്. അപ്പം നമുക്കെല്ലാം അറിയാമല്ലോ എന്ന സ്റ്റേറ്റ്മെൻറ്റ് പലരും സുജിത്ത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടത് അതിനകത്ത്, ആ വീഡിയോയിൽ പർട്ടിക്കുലർ വീഡിയോ. അത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടുതലാണ്. കാരണം യൂട്യൂബ് എന്നൊരു മാധ്യമത്തിലൂടെ നിങ്ങളെ കണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ഉത്തരവാദിത്വം പാലിക്കേണ്ടതായ ഒരു ബാധ്യത കൂടി സുജിത്തിനുണ്ട് അവിടെ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കൊടുക്കുന്ന അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്ന് നമ്മളെ കേൾക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ശ്രീ ബാബു പണിക്കരോട് ചോദിക്കാനുള്ളത്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. പ്രവാസത്തു നിന്ന് ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വായനയാണ് എൻ്റെ യാത്രകളെ സ്വാധീനിച്ചിട്ടുള്ളത്. അങ്ങനെ ത്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം വായിച്ചിട്ട് കാശ്മീരിൽ പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പാക്കേജുകൾ നൽകുമ്പോൾ 25,000 30,000 3 ദിവസം 5 ദിവസം കാശ്മീർ മുഴുവൻ കറങ്ങി വരാമെന്നുള്ള ഹെഡ്ലൈനോട് കൂടിയിട്ട് പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളെ കാണാറുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പ്രവാസത്തു നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണ് ഈ 25,000 30,000 പാക്കേജിന് അവർ ചോദിക്കുന്നത്. കാശ്മീർ യാത്രയിൽ എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെട്ട ഒരു കാര്യം, നമ്മളെ അവിടെ എത്തിച്ചു കഴിഞ്ഞിട്ട് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ കൂട്ടാൻ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേശത്ത് കൂടെ അല്ലെങ്കിൽ ആ ഏരിയ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ കറങ്ങി വരാം എന്ന് പറയുകയും പല കാശ്മീരിൻ്റെ പല ഏരിയകളിലും നമുക്ക് കടന്ന് ചെല്ലണമെങ്കിൽ കുതിരമാർഗമാണ്, റോഡ് മാർഗം കുറവും കുതിരകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. ഓരോ കുതിരയ്ക്കും ഒരു 3-4 വാലീസ് നമ്മൾ കണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈടാക്കുന്ന ചാർജ് 7,000 മുതൽ 9,000 വരെ രൂപയാണ്. ഓരോ ഏരിയ മാറുന്നതിനനുസരിച്ചും കുതിരകൾ മാറും, കുതിരക്കാരൻ മാറും, നമ്മുടെ ചാർജിലും വേരിയേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ എത്രത്തോളം ആക്യുറേറ്റ് ആണത്? നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ആളുകൾക്ക്, സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് എത്രത്തോളം കൃത്യമായ വിവരണങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. പരമാവധി ഈ ആക്യുറേറ്റ് ആകാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം പോണി എന്ന് പറയാം, അവിടെ നോർത്ത് ഇന്ത്യയിൽ പോണി എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ ഗുൽമാർഗിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എയർ കാർ ടിക്കറ്റ് കിട്ടത്തില്ലെങ്കിൽ അതിനകത്ത് പോണി പോകുക അല്ലാണ്ട് വേറെ ഒപ്റ്റൊന്നുമില്ല. കാരണം വളരെ ഇത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസമാണ്, ജൂൺ മാസമാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത്. ചിലപ്പോൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും പീനറിൽ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെയധികം ട്രാഫിക്കാണ്. നമുക്കത് ചിലപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക്കുകളായിരിക്കും. നമുക്കിപ്പോൾ പാക്കേജ് ടൂറിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാക്കേജ് ടൂറിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അക്കോമഡേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ അതിനകത്ത് ഈ പോണി എന്ന് പറയുന്ന കാര്യം, എൻ്റെ കുതിര എന്ന് പറയുന്ന കാര്യമോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവിടെ ലോക്കലായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിൻ്റെ. അതിന് മിക്കവാറും എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളത് തീർച്ചയായിട്ടും ഇതിനകത്ത് പരമാവധി അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കൂ, ചെയ്യാറെന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. പോകുന്ന ആൾക്കാരുടെ കാര്യമുണ്ട്, ഗൈഡുണ്ട്, എസ്കോർട്ടുണ്ട്, അവിടുത്തെ ലോക്കൽ ആൾക്കാരുണ്ട്, ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിലും ഇപ്പം ചില ട്രാവൽ ഏജൻസികൾക്കുള്ള ഒരു പ്രവണതയുണ്ട് എന്ന് പറയുന്നത്, ഇതിന് പൈസ കുറച്ച് മേടിച്ചുകൊണ്ട് അതിന് പൈസ കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ ആ പൈസ മാർജിൻ ഇപ്പം നമുക്ക് തന്നെ ആലോചിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എയർ ഫെയർ സഹിതം 25,000 രൂപയ്ക്ക് ശ്രീനഗർ പോയിട്ട് വരണമെങ്കിൽ ഒരാൾക്ക് എയർ ഫെയർ തന്നെ ആ സമയത്ത് ഏകദേശം 20,000 രൂപയാവും. പിന്നെ ബാക്കി 5,000 രൂപ കൊണ്ട് എന്തോ കാണാനാണ്? എന്നാൽ 5,000 രൂപ അവന്
ബിസിനസ് നടത്തുന്നത് ലാഭം ഉണ്ടാക്കാനാണല്ലോ. തീർച്ചയായിട്ടും അന്നേരം ആ ഫെയർ വ്യത്യാസം ഇതിനകത്ത് കാണുമ്പോൾ അവൻ ആ ഫെയർ വ്യത്യാസം വേറെ ഏതെങ്കിലും രീതിയിൽ ഈടാക്കിയേ പറ്റത്തുള്ളൂ. അന്നേരം അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട റെപ്യൂട്ടഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇതെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചിലവാണ്, ഹോട്ടലിൽ എന്ത് ഭക്ഷണമാണ് കിട്ടുന്നത്, എല്ലാം മുൻപ് ഏത് ഹോട്ടലാണ് നിങ്ങൾ അക്കോമഡേഷൻ, അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ഏതാണ്, അവരുടെ അഡ്രസ്സ് സഹിതം നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ കിട്ടും. നിങ്ങൾക്ക് ഓൺലൈനിൽ പോയി ചെക്ക് ചെയ്യാം. അപ്പം ഇദ്ദേഹം പറഞ്ഞ കണക്ക് നമ്മളൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾ വായനയിൽ കൂടെ, ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ വായനയിൽ കൂടെ യാത്ര അനുഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നമ്മുടെ എഴുത്തുകാരെക്കുറിച്ച് തന്നെ എടുത്തു കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ തൊട്ട് ഒരുപാട് യാത്ര ചെയ്തുള്ള അനുഭവങ്ങൾ കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ അവിടുന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആടുജീവിതം ബെന്യാൻ്റെ, അത് അദ്ദേഹം ഒരാളുടെ കഥ കേട്ടെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ യാത്ര ചെയ്ത് നേടിയിട്ടാണ് അത് പകർത്തി എഴുതിയത്. അതേപോലെ തന്നെ ഞങ്ങൾ യാത്ര നടത്തുന്ന ഏറ്റവും കൂടുതൽ ഹിമാലയത്തിലേക്കാണ്. എന്നാൽ ഹിമാലയത്തിൽ യതീന്ദ്രകുമാർ സാറിൻ്റെ ഹൈമവത പൂവിൽ വായിച്ച് നോക്കിയിട്ട് ഹിമാലയം പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഹിമാലയവും നിങ്ങളല്ലാതെ പോകുന്ന ഹിമാലയവും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണും. ജഹനാര വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ താജ്മഹൽ കാണാൻ പോകും, അതില്ലാണ്ട് കാണാൻ പോകും. അന്നേരം വായനയിൽ കൂടെ അറിവ് കഴിയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ കണക്കോ അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കണക്ക് ഇദ്ദേഹം അഡ്വാൻസ് ആയിട്ട് ഒന്നും ആലോചിക്കാത്ത, കാരണം അദ്ദേഹത്തിന് അങ്ങനെയുള്ള റിസ്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം അങ്ങനെ പോകും. കാരണം അദ്ദേഹം അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. യാത്ര എങ്ങനെയാണ്, ഒരു ആദ്യമായി യാത്ര ചെയ്യുന്ന ആളുടെ ഒരു അനുഭവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഫാമിലിയായിട്ട് പോയ കാര്യവും പറഞ്ഞു, ലണ്ടൻ വരെ പോയി. എന്നിട്ട് ഇങ്ങനെയുള്ള യാത്രകൾ അദ്ദേഹം ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം അത് തയ്യാറെടുത്ത് കൂടിയാണ് പോകുന്നത്. പക്ഷേ ചില സ്ഥലത്ത് ചെല്ലുമ്പം ഫ്രീ ആയിട്ട് ഡീസലും ആഹാരമൊക്കെ കിട്ടുന്നത് ചില ആൾക്കാരുടെ നല്ല മനസ്സും അദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാരും ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ പെട്ടുപോയിട്ടുണ്ട്. ആടുജീവിതം വായിച്ചു നോക്കിക്കോളൂ. അവൻ അവിടെ സൗദി അറേബ്യ പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം ഏത് രീതിയിലായിപ്പോയി. അന്നേരം നമ്മൾ ഇതിനെക്കുറിച്ച് അറിവ് നേടിയിട്ട് യാത്ര ചെയ്യുക. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ ആൾക്കാരെക്കുറിച്ചും അവിടുത്തെ കഥകളെക്കുറിച്ചും നമ്മൾ ലോക്കൽ ആൾക്കാരുടെ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കൂടുതൽ കിട്ടും. ഇവരൊക്കെ ഈ പുസ്തകം എഴുതിയ ആൾക്കാരൊക്കെ എസ് കെ പൊറ്റക്കാടൊക്കെ ട്രാവലോഗ് തുടങ്ങിയത് തന്നെ അദ്ദേഹമാണ്. അങ്ങനെ നമ്മൾ യാത്രാ അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടും. യാത്ര ചെയ്ത ആൾക്കാരുടെ അനുഭവങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് കിട്ടും. ഏത് യാത്രയാണ് എങ്ങനെയാണ് നല്ലതായിരിക്കും, അത് എക്കണോമിക്കൽ എങ്ങനെയായിരിക്കും, കൂടുതൽ ചിലവാക്കാവുന്ന എങ്ങനെയായിരിക്കും. പിന്നെ യാത്ര കഴിഞ്ഞ് വന്നവരുടെ അനുഭവം നമ്മൾ കൂടുതലും അറിയേണ്ടത് യാത്ര പോയ ആൾക്കാരുടെ അനുഭവമാണ്. അവർ പോയിട്ട് വന്നു കഴിയുമ്പം അവർക്ക് അനുഭവം എങ്ങനെയായിരുന്നു, അവർക്ക് ആ യാത്ര സുഖമായിരുന്നു, ആ യാത്ര ഇപ്പം നമ്മൾ സ്ഥലത്തെക്കുറിച്ച് വായിച്ചാൽ മാത്രമേ ഒരു പറഞ്ഞ കണക്ക് ശ്രീനഗറിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്രീനഗർ കാണണമെന്ന് തോന്നിയത്. അങ്ങനെയുള്ള തോന്നലിലൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ആസ്വാദകരമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് കാണാനും അറിയാനും സാധിക്കും. അങ്ങനെയുള്ള യാത്രകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് പോകുന്നത്. അനുഭവങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാത്രക്കാരുടെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്തിട്ട് നോർത്ത് ഹിമാലയത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർത്ഥയാത്രകൾ കൂടുതൽ നടത്താറുണ്ട്, ചെയ്യിക്കാറുണ്ട്. ഇപ്പം ആ രീതിയിലുള്ള യാത്രകൾ കഴിഞ്ഞു കഴിഞ്ഞാലും അത് കണക്ക് തന്നെ വേറെ ഏതെങ്കിലും അനുഭവങ്ങളിലൂടെ ഇത് യാത്രകൾ പല രീതിയിലുണ്ട്. ചികിത്സ യാത്രകളാണെങ്കിലും പോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ആസ്വാദ്യകരമായിട്ടുള്ള യാത്രകളുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഒരുപാട് യാത്രകൾ ആൾക്കാർ നടത്താറുണ്ട് പല രീതിയിലുള്ള. ഇപ്പം വിദ്യാർത്ഥികൾ നടത്തുന്ന യാത്രകളുണ്ട് പല സ്ഥലത്തോട്ട്. ഇപ്പം രാഷ്ട്രീയക്കാർ നടത്തുന്ന യാത്രകളുണ്ട്. ഇപ്പം നമ്മൾ രാഷ്ട്രീയക്കാരുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രകളുടെ ഒരു കാലമായിരിക്കും. ചിലപ്പോൾ നമ്മൾ എപ്പോഴും കാണാം കാസർഗോഡ് നിന്ന് കന്യാകുമാരിയിലോട്ട് എല്ലാ രാഷ്ട്രീയക്കാരും യാത്ര നടത്തുന്നത്. ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ യാത്രകളുടെ അനുഭവം, ആ യാത്രകളുടെ ഫലം ഒന്ന് തന്നെ. നമ്മൾ ഇന്ന് ഭരണത്തിലിരിക്കുന്ന BJP അധികാരത്തിൽ വന്നത് ഏതെല്ലാം യാത്രകളിലൂടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അദ്വാനി നടത്തിയ രഥയാത്ര തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി ആണെങ്കിൽ എന്തുമാത്രം യാത്ര നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നേരം ഭാരതം മുഴുവൻ സഞ്ചരിച്ച് വിവേകാനന്ദ സ്വാമി എത്ര പ്രാവശ്യം, ശങ്കരാചാര്യർ നമ്മൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ യാത്ര ചെയ്തുള്ള ആത്മീയ ഉണർവിലൂടെയാണ് ഇന്ത്യ തന്നെ ഉണർന്നത്. അന്നേരം യാത്രകളിലൂടെ മനുഷ്യർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. ഈ അനുഭവങ്ങളാണ് മനുഷ്യനെ കുറച്ചുകൂടെ പാകപ്പെടുത്തുന്നത്. എല്ലാ വലിയ ആൾക്കാർ ഇന്ന് മഹാന്മാരെല്ലാവരും യാത്ര ചെയ്ത് കിട്ടിയ അനുഭവങ്ങളിലൂടെയാണ് അവർ മഹാന്മാരായെത്തുന്നത്. അത് പൊതുജനങ്ങളിലോട്ട് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ അറിവ്, ആ യാത്ര ചെയ്ത് കിട്ടിയതും ആ ആത്മാവ് അറിഞ്ഞ്. ഇപ്പം മഹാത്മാഗാന്ധി ഭാരതം മുഴുവൻ ഇതിന് മാത്രം സഞ്ചരിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ഗ്രാമങ്ങളെക്കുറിച്ച് അറിയാനും രാജ്യത്തിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് സ്വാതന്ത്ര്യം നേടാനായിട്ട് സഹായിച്ചതും യാത്രയിൽ കിട്ടിയ അനുഭവമാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്, അവരുടെ സ്വഭാവം അനുസരിച്ചാണ്. ഞാൻ ചിലപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തോട്ടായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തീർത്ഥയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്തോട്ടായിരിക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർക്ക് വേറെ പ്രത്യേക താല്പര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിലുള്ളത്. അങ്ങനെ എങ്ങോട്ട് അവൻ ശ്രദ്ധ തിരിക്കുന്ന ഏത് സ്ഥലത്തോട്ട്, ഇപ്പം കള്ള് ഷാപ്പിലോട്ടോ അല്ലെ
മദ്യഷാപ്പിലോട്ടോ യാത്ര ചെയ്യുന്നവൻ്റെ അനുഭവം വേറെ ആയിരിക്കുമല്ലോ. അത് കണക്കായിരിക്കുന്നത് വേറെ അവിടെ ക്ഷേത്രങ്ങളിൽ പോകുന്നവരുടെ. അന്നേരം അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനും അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലും യാത്രകൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. യാത്രകൾ ഒരു വലിയ പ്രധാന പങ്കാണ് യാത്രകൾ വഹിക്കുന്നത്. അന്നേരം നമ്മളെല്ലാവരോടും പറയാം, നിങ്ങൾ യാത്ര ചെയ്ത് ഭാരതത്തെ അറിയുക. ഇപ്പം കേരളത്തെ അറിയാതെയാണ് കേരളത്തിന് പുറത്തോട്ട് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നത്. കേരളത്തിനെക്കുറിച്ച് ആദ്യം ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം ലോകത്ത് വേറെ, ഞാൻ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ ലോകത്ത് വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇത്രയും വ്യത്യസ്തമായിട്ടും ഇത്രയും സാമൂഹ്യ സുരക്ഷയുള്ളതും ഇത്രയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാവുന്നതും നമുക്ക് ഏത് രീതിയിൽ നമ്മൾ മനുഷ്യരെ അടുത്ത് അറിയാനും ഇത്രയും നല്ല സ്ഥലം വേറെയില്ല. അതുകൊണ്ട് ഞാൻ ആൾക്കാരോട് പറയുകയാണ്, ഞാൻ ഡൽഹിയിലാണ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയാണ് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ മലയാളികൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം കേരളം മുഴുവൻ കാണുക. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിദേശത്തോട്ട് പോകാനോ കേരളത്തിന് പുറത്തോട്ട് പോകാനോ അത് കൂടുതൽ അറിവ് സമ്പാദിക്കാൻ നല്ലതാണ്. പക്ഷേ നമ്മുടെ നാടിനെ അറിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് പോയാൽ കുറച്ചുകൂടെ ആസ്വാദ്യകരമായിട്ട് നമുക്ക് തോന്നും. വിഖ്യാറ്റും ഇനി അടുത്ത വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. എനിക്ക് രാജകൃഷ്ണയോടാണ് അടുത്ത ചോദ്യം. ഇപ്പം യാത്രകൾ, അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ, വായനകൾ. ശ്രീ രാജേഷ് ഇപ്പോൾ ലണ്ടൻ ടു കേരള എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് കേരളത്തിൽ വെച്ചിട്ട്. ആ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദേശങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ മനുഷ്യരെക്കുറിച്ചുള്ള, ആളുകളെക്കുറിച്ചുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്കത് മനസ്സിലായത്. ഇറാനെക്കുറിച്ചും തുർക്കിയെക്കുറിച്ചുമൊക്കെ അതിമനോഹരമായിട്ട് അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് സാധാരണ ദേശങ്ങളെയാണ് കൂടുതലും യാത്രക്കാർ ഏറെയും അടയാളപ്പെടുത്തി പോവാറുള്ളത്. എന്തുകൊണ്ടായിരിക്കും ആളുകളെക്കുറിച്ച്, ഓരോ ദേശത്തെയും ആളുകളെക്കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള പ്രേരണ? ഇന്നത്തെ മോഡേൺ വേൾഡിൽ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം കോഴിക്കോടിനെ കുറിച്ച് ഉദാഹരണത്തിന് നമ്മൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ചരിത്രം മുതൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വരെ എല്ലാ കണക്കുകൾ സഹിതം നമുക്ക് കിട്ടും. ആ കണക്കുകൾ നമുക്ക് കിട്ടുന്ന അതിനുവേണ്ടി ഒരു പുസ്തകം, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഭാഗം, ഇപ്പോൾ യൂറോപ്പൊക്കെ എല്ലാവരും ട്രാവൽ ചെയ്യുന്നതാണ്, കൂടുതലായി ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലേറ്റവും റിജിഡായ സ്ഥലത്തൂടെ ഞാൻ കടന്നുപോയത് തുർക്ക്മെനിസ്ഥാനിൽ കൂടെയാണ്, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായ തുർക്ക്മെനിസ്ഥാൻ. തുർക്ക്മെനിസ്ഥാനിലെ സിറ്റുവേഷൻ പറഞ്ഞാൽ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒഴിച്ചാൽ ബാക്കി സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ചൈനയിലെ ചില കാശ്ഗർ അല്ലെങ്കിൽ ടിബറ്റ് പോലെയുള്ള അധികം ആളുകൾക്ക് എക്സ്പോസ്ഡ് ആവാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം ഒരുപക്ഷെ പണ്ട് സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളിലൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫ്രീഡമുണ്ട്. നമ്മൾ പോകുന്ന ഗ്രാമങ്ങൾ കാണും. ഇപ്പം റോഡ് ഡൈവേർട്ട് ചെയ്താൽ, ഇപ്പം ഞാൻ എൻ്റെ യാത്രയിൽ തന്നെ ആദ്യത്തെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചൈന വഴി മ്യാൻമാർ വഴി മണിപ്പൂർ ബോർഡറിലേക്ക് കടക്കുക എന്നായിരുന്നു. അപ്പം മണിപ്പൂർ കലാപം കാരണം ആ ബോർഡർ അടക്കുന്നതുകൊണ്ട് എൻ്റെ മുന്നിൽ തുറന്നു കിട്ടിയത് ടിബറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഭൂമികയാണ്. ടിബറ്റിൽ ഇപ്പം ഫോറിൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് മാത്രമേ, ഇന്ത്യക്കാർക്ക് അങ്ങനെ ഫ്രീ ആയി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഈവൻ സിറ്റുവേഷൻ മാറിയോന്ന് എനിക്കറിയില്ല. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് തീർത്ഥാടനത്തിന് പോലും ആ ടിബറ്റിൽ കൂടെ സഞ്ചരിക്കാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തുർക്ക്മെനിസ്ഥാനിൽ അക്കബാദ് എന്ന് പറയുന്ന ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ ഇപ്പോഴും കോവിഡ് പ്രോട്ടോക്കോള് നിലനിൽക്കുന്ന രാജ്യമാണ്. കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടേ നമ്മളെ രാജ്യത്തേക്ക് കടത്തത്തുള്ളൂ. അഷ്കബാദ് എന്ന് പറയുന്ന ക്യാപിറ്റലിലെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ള അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡൻ കാറുകൾ മാത്രമേ അവിടെ ക്യാപിറ്റലിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. ഈ 3 കളർ, ലൈറ്റ് കളറുകളെ മാത്രമേ കാറുകൾ ഡ്രൈവ് ചെയ്യാൻ പറ്റൂ, അവരനുവദിക്കുന്നുള്ളൂ. അല്ലാതെ പറഞ്ഞാൽ എല്ലാം മാർബിൾ കൊണ്ടുള്ള ബിൽഡിങ്ങുകളാണ്. എല്ലാം ഒരു ലൈറ്റ് കളർ, ലൈറ്റ് ഷെയ്ഡ്, അവർ ചൂട് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം അവിടുത്തെ റിജിഡായ, ഇപ്പോൾ ഈ സോവിയറ്റ് ഏരിയയിലെ ഏറ്റവും റിജിഡായ കൺട്രിയാണ് തുർക്ക്മെനിസ്ഥാൻ. അവരുടെ നെറ്റ്വർക്ക് അല്ലാതെ വേറൊരു ഫോൺ നെറ്റ്വർക്കിനെ അവർക്ക് വിശ്വാസമില്ല. നമുക്ക് റോമിംഗ് ഇല്ല ആ രാജ്യത്ത്. അവിടുത്തെ വേണമെങ്കിൽ നമ്മൾ അവിടുത്തെ കാർഡ് എടുക്കണം. ഡോളറിന് എനിക്ക് തോന്നുന്നു നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ 5 ഇരട്ടി പൈസ കിട്ടും.
അപ്പോൾ അങ്ങനെ കുറേ റിജിഡ് സ്വഭാവമുള്ള ഒരു രാജ്യത്തോട് നടക്കുമ്പോൾ അത് പുറത്തേക്ക് അറിയാനുള്ള താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും. ഒരു പക്ഷേ ഇതിൽ 1-2 കാര്യങ്ങളെങ്കിലും നിങ്ങൾ കേൾക്കുന്നവർക്ക് പുതിയതായി അറിയുന്നതായിരിക്കാം. അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ എനിക്ക് ഇപ്പം യൂറോപ്പിലെ ഏത് കാര്യവും നമുക്ക് ഈസി ആയിട്ട് ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. അതുപോലെ കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇത്രയോ ഞാൻ പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടിട്ടുള്ളവരാണ്. അത് ജിപ്സികളുടെ ഒരു കഥയാണ്. അതിനകത്ത് കുറച്ച് വാഗൻസ് ഉണ്ട്. ഞാൻ വെച്ചത് ഇതിനു വേണ്ടി തെറ്റിട്ട ഒരു വാഗൺ ആയിരിക്കും എന്നാണ് ആ സീരീസ് കണ്ട കാലത്ത് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ അതേ വാഗണുകൾ കിർഗിസ്ഥാനിലെ യാത്രയിൽ നൊമാഡിക് ആളുകളുടെ അല്ലെങ്കിൽ ജിപ്സികളുടെ വാഗണുകൾ ഞാൻ ഉടനീളം കണ്ടു. കുതിരകളെ ഇത്ര ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന രാജ്യം വേറെയില്ല. അവിടെ ഞാൻ ആ ടെറൈനെക്കുറിച്ചോ അവിടുത്തെ ജോഗ്രഫിയെക്കുറിച്ചോ അല്ല, അതിനകത്ത് വേറെ കണക്കുകളെക്കുറിച്ചോ അല്ല എഴുതാൻ ശ്രമിച്ചത്, ആ കാഴ്ചകളെക്കുറിച്ചാണ്. ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ പരിചയപ്പെട്ട മനുഷ്യരും എല്ലാം യാത്രയിലുടനീളം ഞാൻ ഒറ്റയ്ക്കായിരുന്നു യാത്ര എന്നതുകൊണ്ട് തന്നെ ഉടനീളം കൈ കാണിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന യൂറോപ്യൻ കൺട്രിയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പക്ഷേ ഏഷ്യൻ കൺട്രിയിലേക്ക് കടന്നാൽ, ടർക്കിയിലേക്ക് കടന്നാൽ ആളുകൾ റോഡിൽ നമ്മൾക്ക് കൈ നീട്ടും. അങ്ങനെ ഉള്ള കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എൻ്റെ കൂടെ ഒരു 5, 10, 20 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെ അവരുടെ ചെറിയ വ്യാപാരങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉപ്പ് കുറുക്കി വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആ യാത്രയിലുടനീളം കണ്ട മനുഷ്യരെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് അതിനകത്ത് എഴുതാൻ ശ്രമിച്ചത്. എൻ്റെ കാഴ്ചയുടെ കുഴപ്പമായിരിക്കാം ഒരു പക്ഷേ ഞാൻ മറ്റ് ചരിത്ര സ്മാരകങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാതെ പോയത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ബാബറിൻ്റെ രാജ്യം, ഉസ്ബെക്കിസ്ഥാനിലെ ബാബറിൻ്റെ ജനിച്ച സ്ഥലത്തു കൂടിയും അദ്ദേഹം ട്രാവൽ ചെയ്ത കുറേ ദൂരത്തുകൂടെയും സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു പക്ഷേ GPS-ഉം മറ്റ് മാപ്പ്, ബാങ്കിങ് സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കാബൂളിലൂടെ ഇന്ത്യയിലേക്ക് എത്തുക എന്ന ബാബറിൻ്റെ യാത്രയോടൊക്കെ നോക്കുമ്പോഴും, ഇപ്പോൾ കോഴിക്കോട്ടിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ സഹദേവനുണ്ട്. വളരെ ഒരു 10-40 കൊല്ലം മുന്നേ ഹാൻഡ് മെയ്ഡ് കാറിൽ ലണ്ടനിലെ ഹാമർ സ്മിത്തിൽ നിന്ന് തലശ്ശേരി വരെ വന്ന ഒരു യാത്രയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ദുലീപ് സഹദേവൻ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ആ ചാപ്റ്ററിലുണ്ട്. അദ്ദേഹം യാത്ര ചെയ്തതിൽ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾ മെക്കാനിക്ക്, ഒരാൾ പാചകക്കാരൻ, ഒരാൾ നാവിഗേഷൻ മാപ്പ് നോക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സ്കില്ലുള്ള ഒരാൾ ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരാൾ, വണ്ടി ഓടിക്കുന്ന ഡോക്ടർ സഹദേവൻ, ഇതിലെല്ലാം ഉള്ള ഒരാൾ. ഇതിലെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ രമേശ് പിഷാരടിയോട് ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, ഒരു കൊമേഡിയനും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യാത്ര വിരസമാവാതിരിക്കാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി ഒരാളെ കൂട്ടി യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ ആ കാലത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും സൗകര്യങ്ങളോടെ ആർഭാടങ്ങളോടെ നമ്മളൊരു മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നത്. യാത്രയെക്കുറിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ. എൻ്റെ പക്ഷേ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുമുണ്ട്. ശ്രീ തുജിത് ഭക്തൻ, INB ഡയറീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്ന് ഈ ചടങ്ങിന് ശേഷം ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ടല്ലോ, DC പബ്ലിഷ് ചെയ്യുന്ന. അത് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ യാത്രയെക്കുറിച്ചാണ്, കുടുംബത്തിനൊപ്പം നടത്തിയ യാത്രയെക്കുറിച്ചാണ്. അന്ന് എനിക്ക് തോന്നുന്നു മോന് ഒരു വയസ്സായിരുന്നു പ്രായം. ആ അനുഭവം എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ താങ്കൾ യാത്രയിൽ നേരിട്ടിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? ബിക്കോസ് ഒരുപാട് നാളത്തേക്കുള്ള യാത്രകളാണ്, ദീർഘദൂര യാത്രകൾ നടത്തുന്ന ഒരാളാണ്. എങ്ങനെയാണ് അത്തരത്തിലുള്ള അനുഭവം? നമുക്കിപ്പോൾ ഒരു പുസ്തക പ്രകാശനമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് INB ട്രിപ്പിൻ്റെ ഒരു പുസ്തക പ്രകാശനമാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതിയ പുസ്തകമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പം ചെയ്യുന്നൊരു യാത്രയെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇദ്ദേഹം ലണ്ടനിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വണ്ടി ഓടിച്ചു വന്നു എന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് നിന്നും ഒരു ആനവണ്ടിയിൽ കയറി ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം മെയ് 5-ാം തീയതിയാണ് എൻ്റെ യാത്ര ആരംഭിച്ചത്. ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു KSRTC ബസ്സിൽ കയറി ഞാൻ ഇപ്പോൾ യൂറോപ്പിലെ വിയന്ന, ഓസ്ട്രിയയിലെ വിയന്ന വരെ എത്തി. അത് കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്, ഞാൻ ഇന്ത്യയിൽ നിന്നും ലണ്ടൻ വരെ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന പരമാവധി രാജ്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ട്, അത്
എല്ലാ ബോർഡേഴ്സും ലാൻഡ് ബോർഡേഴ്സും മാത്രം ക്രോസ് ചെയ്തുകൊണ്ട്, അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് പോവില്ല. പക്ഷെ ലാൻഡ് ബോർഡേഴ്സ് അല്ലെങ്കിൽ കപ്പലോ എന്താണെന്ന് വെച്ചാൽ അത് ഏതൊക്കെ മാർഗത്തിലാണോ വിമാനം എടുക്കാതെ പോവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് 2 തെറ്റുകൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മണിപ്പൂരിലെ കലാപം കാരണമല്ല മ്യാൻമർ ബോർഡർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മ്യാൻമറിൽ ആഭ്യന്തര കലാപം കാരണമാണ് മ്യാൻമർ തുറയവർത്തമായിട്ട് ബോർഡർ ക്ലോസ്ഡ് ആണ്. അത് മണിപ്പൂരിലെ പ്രശ്നം കാരണമല്ല, മ്യാൻമറിലെ ആഭ്യന്തര കലാപം കാരണമാണ്. ഞാൻ ആക്ച്വലി എൻ്റെ ഇനീഷ്യൽ പ്ലാൻ, നമുക്ക് എളുപ്പമാണല്ലോ, ഇപ്പോൾ പാകിസ്ഥാൻ വഴി നമുക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ല, എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നോർത്ത് ഈസ്റ്റ് പോയിട്ട് അവിടെ നിന്ന് മ്യാൻമർ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാവുന്നതാണ്. അപ്പം മ്യാൻമർ ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും, താങ്കൾ പാകിസ്ഥാൻ വഴിയാണോ വന്നത്? ചൈന വഴി, ടിബറ്റിൽ കയറി നേപ്പാൾ വഴി. ഓക്കെ. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇല്ല. ഞാൻ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഞാൻ നേപ്പാളിൽ പോയി അവിടെ നിന്നും ടിബറ്റ് വഴി ഞാൻ ലാവോസിൽ ഇറങ്ങി. കാരണം എനിക്ക് ഏഷ്യൻ കൺട്രീസ് എല്ലാം കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് സിംഗപ്പൂർ വരെ പോയി. എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഇന്ത്യയിൽ നിന്ന് നേപ്പാൾ, ചൈന, ലാവോസ് വഴി ഞാൻ സിംഗപ്പൂർ വരെ പോയി. അവിടെ നിന്ന് ഞാൻ വീണ്ടും ആരംഭിച്ച് സിംഗപ്പൂരിൽ നിന്നും ചൈന വഴി സെൻട്രൽ ഏഷ്യയിലെ എല്ലാ സ്ഥാനങ്ങളും എന്ന് പറയുമ്പോഴത്തേക്കും കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, പിന്നെ ഇദ്ദേഹം പോയ തുർക്ക്മെനിസ്ഥാനിൽ പോകാൻ എനിക്ക് സാധിച്ചില്ല. അത് ഞാൻ മിസ് ചെയ്തു. അതിന് പിന്നീട് എപ്പോഴെങ്കിലും പോകാൻ പറ്റുള്ളൂ. അതൊഴികെ ബാക്കി എല്ലാ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും സന്ദർശിച്ച് അവിടെ നിന്നും ഞാൻ റഷ്യയിൽ കയറി. റഷ്യയിൽ നിന്നും ഞാൻ അർമേനിയ, ജോർജിയ വഴി തുർക്കിയിൽ പ്രവേശിച്ച് അവിടെ നിന്ന് ഞാൻ യൂറോപ്പിൽ കയറി. ഇതിനകത്ത് ഈ യാത്രകളിൽ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഇന്ത്യയുമായിട്ട് ബോർഡർ പങ്കിടുന്ന പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് അതിർത്തി പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബോർഡർ ക്രോസിങ് നമുക്ക് ഈസി അല്ല നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ടിബറ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കിട്ടാൻ തന്നെ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് 3 ലക്ഷം രൂപയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനൊരു ഗ്രൂപ്പില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് അവിടെ ഒരു ഗൈഡിൻ്റെ ഒപ്പം മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. നേപ്പാൾ ബോർഡറിൽ നിന്നും ഒരു ഗൈഡ് നമ്മളെ റിസീവ് ചെയ്യും. അവർ നമ്മളെ 7 ദിവസം എടുക്കും. ആ ഒരു പാക്കേജായിട്ടാണ് അവർ തരുന്നത്. ടിബറ്റ് മൊത്തം കാണിച്ച് ലാസയിൽ കൊണ്ടുപോയി ലാസയിൽ നിന്ന് നമ്മളെ ട്രെയിൻ കയറ്റി വിടുന്ന വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ഗൈഡിൻ്റെയാണ്. അത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ടിബറ്റ് സഞ്ചരിക്കുന്ന ഏതൊരു ഫോറിനർക്കും അങ്ങനെ മാത്രമേ ടിബറ്റിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേ രീതിയായിരുന്നു പണ്ട് ഈ ഉറുംചി കാക്കർ എന്ന് പറയുന്ന അവരുടെ ആ ഒരു, നമ്മളെല്ലാവരും പറയുന്ന ഭയങ്കര പ്രശ്നം നിറഞ്ഞ മേഖല എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ടാവാം, പക്ഷെ നമ്മളതൊന്നും കണ്ടിട്ടില്ല. ഞാൻ അവിടെ പോയപ്പോഴും ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ കണ്ട പല കാര്യങ്ങളും ഉണ്ട്. അത് മിക്കവാറും അടുത്ത KLF-ന് മുമ്പ് എൻ്റെ അടുത്ത പുസ്തകത്തിൽ ഞാൻ എഴുതും പല കാര്യങ്ങളും. അതെനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനോ പറയാനോ പറ്റിയിരുന്നില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇനി ചൈനയിൽ പോകാൻ പറ്റില്ല. വേറെ ഉറപ്പാണല്ലോ, അവർ കയറ്റുന്നുണ്ട് വീഡിയോ. ഇപ്പം എന്നെ ബാൻ ചെയ്തുകളായി, വേറെ തെളിവാണല്ലോ. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഞാൻ അവിടെ കണ്ടതുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോയിലൂടെ പറയാൻ പറ്റിയില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ക്യൂബയിൽ യാത്ര ചെയ്ത സമയത്ത് എനിക്കൊരു ഒരു ഫെമിലിയറൈസേഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള കുറച്ച് ട്രാവൽ ഏജൻസിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു 50 പേരടങ്ങുന്ന ഒരു സംഘത്തിലാണ് ഞാൻ ക്യൂബ പോയത്. 15 ദിവസം ക്യൂബ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഞാൻ കണ്ട റിയൽ ക്യൂബ എന്താണെന്ന് എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ള അമർത്തം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ ഇനിയും പോകണം. കാരണം ഞാൻ അന്ന് ചക്കലമൊക്കെ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അത് വലിയ പ്രശ്നങ്ങളായി മാറി. കാരണം അതൊരു സ്പോൺസേർഡ് ട്രിപ്പായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ റിയൽ കാര്യങ്ങൾ പലതും എനിക്ക് കാണിക്കാനോ പറയാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഞാൻ അല്ലാതെ സ്പോൺസേർഡ് അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നും പൈസ മുടക്കി ഞാൻ ക്യൂബയിൽ പോയാൽ മാത്രമേ എനിക്കത് യഥാർത്ഥമായിട്ട് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ ഈ ഒരു ലൈഫിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ ടിബറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളിയായിരുന്നു. പിന്നീട് അതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ കുറേയധികം ബുദ്ധിമുട്ടുകൾ ഈ യാത്രയിൽ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചു എന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പോകാൻ സാധിച്ചു. റഷ്യയൊക്കെ നമ്മൾ പറയുന്ന പോലെ ഭയങ്കര പ്രശ്നമുള്ള രാജ്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ റഷ്യ ഞാൻ പോയ സമയത്ത് പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ഞാൻ കടന്നുപോയ ആ ഒരു പട്ടണത്തിൽ ഞാൻ റഷ്യയിൽ നിന്ന് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു അറ്റാക്കും കാര്യങ്ങളും സംഭവിച്ചു. പിന്നെ ഞാൻ പോയ 1-2 സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്ന വഴിക്ക്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു ആരോ എസ്കേപ്പ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ റീസെൻ്റ്ലി എനിക്ക് സംഭവിച്ചൊരു കാര്യം, ഞാൻ ഒരു 15 ദിവസം മുമ്പ് ഞാൻ സ്ലൊവേക്കിയ എന്ന് പറഞ്ഞ രാജ്യത്തെത്തി. സ്ലൊവേക്കിയയുടെ തലസ്ഥാനത്തെത്തിയപ്പോൾ എനിക്ക് രാവിലെ പോലും ഒരു ചെറിയ തൊണ്ടവേദന ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഗാർഗിൾ ചെയ്യും, പിന്നെ നമ്മൾ ചൂടുവെള്ളം കുടിക്കും,
അപ്പോൾ ഞാൻ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫാർമസി പോയി 2 ദിവസമായിട്ടും തൊണ്ടവേദന മാറുന്നില്ല. രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്ക് തൊണ്ടവേദന കൂടി, എനിക്ക് ഉമിനീര് ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വേദനയായി, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അത്രയധികം ബുദ്ധിമുട്ടായി. എന്നിട്ട് ഞാൻ ഫാർമസി പോയി. എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോയാൽ പാടാണെന്നറിയാം. ഞാൻ ഫാർമസി പോയപ്പോഴത്തേക്കിനും അവർ ഒരു ഗുളിക തരുന്നു. ഗുളിക തന്നത് നമ്മുടെ സ്റ്റെപ്റ്റിൽസ് ഇല്ലേ, നമ്മളിപ്പോൾ സാധാരണ ഫിക്കിസിന് വാങ്ങിച്ച് കഴിക്കുന്ന സ്റ്റെപ്റ്റിൽസ്, അതേപോലത്തെ ഒരു ഗുളിക. അപ്പോൾ ഞാൻ അതെടുത്ത് നാട്ടിലെ ഡോക്ടറെ കഴിച്ചു കൊടുത്ത് പറയണം, ഇത് കഴിച്ചാൽ ഒന്നും മാറില്ല, ഇതിനകത്ത് ജസ്റ്റ് എന്താ പറയുക കൂളിങ് ഇത് സാധനമേ ഉള്ളൂ. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു സ്പ്രേ ഉണ്ടോയെന്ന് ചോദിച്ചു. തൊണ്ടവേദനയാണല്ലോ, ഇൻഫെക്ഷൻ ഉണ്ട്, പഴുത്തിരിക്കുക, അകത്ത് സ്പ്രേ ഉണ്ടോയെന്ന് ചോദിച്ചു. ചില സ്ഥലത്ത് ഈ ബെറ്റാഡിൻ സ്പ്രേ അങ്ങനെ എന്തെങ്കിലും സ്പ്രേ ഒക്കെ കിട്ടും. അപ്പോൾ അവരൊരു സാധനം എടുത്തു വന്നു. അത് അടിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു ചെറിയൊരു നമ്നത്ത് കിട്ടും. അപ്പോൾ അത് ഒന്ന് ടെമ്പററി ആയിട്ട് വേദന ഒന്ന് കുറയും. അതിനുള്ള സ്പ്രേ ആണ്. എന്നിട്ട് 3-ാം ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിനും ഡോക്ടർ തന്നെയാണ്, ബേസിക്കലി ഡോക്ടറിനെ തന്നെയാണ് ഞാൻ കണ്ടത്. ഡോക്ടർ പറയുന്നത്, നീ ഇവിടെ ജീവിക്കുന്ന ആളാണോ? ഞാൻ പറഞ്ഞ അല്ല, എനിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഞാനവിടെ ജീവിക്കുന്ന ആളാണെങ്കിൽ മാത്രമേ അവർക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വിദേശി ഇവിടെ വന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് പറയുകയാണ്, അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുകയാണ് ഇങ്ങനെ ഞങ്ങൾ ചികിത്സിക്കാൻ പറ്റില്ല എന്ന്. എന്തായിരിക്കും അവസ്ഥ? ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ, അതിപ്പം അവിടുത്തെ സിറ്റിസൺസ് ആണെങ്കിലും റെസിഡൻസ് ആണെങ്കിലും, അവർക്ക് കിട്ടുന്ന പരിഗണന അല്ല ടൂറിസ്റ്റ് കിട്ടുന്ന പരിഗണന. ടൂറിസ്റ്റിനുള്ള നിയമം വേറെ ആയിരിക്കാം, അല്ലെ ടൂറിസ്റ്റ് പോകേണ്ട സ്ഥലം വേറെ ആയിരിക്കാം. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ പോലൊരു ഹെൽത്ത് സിസ്റ്റം അല്ല അവിടെ. അവിടെ നല്ല ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് അത്ര എമർജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടും. പക്ഷേ അവർ നമുക്ക് ഈ തൊണ്ടവേദന, തലവേദന, അല്ലെ ഈവൻ കാലൊടിഞ്ഞവർക്ക് പോലും കൊടുക്കുന്ന എമർജൻസി ഒരു പരിഗണന എന്ന് പറയുന്നത്, അത് അവർക്കൊരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളുടെ ജീവൻ പോകുന്നൊരവസ്ഥയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ ട്രീറ്റ്മെൻറ്റ്, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോഴും ഇത് തന്നെയാണ് അവർ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. രാവിലെയാണ് ഞാൻ പോകുന്നത്. വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ ഇവിടെ ഒരു ഡോക്ടർ വരും, പുറത്തേത സമയത്ത് ഔട്ട് പേഷ്യൻ്റ് എന്തോ സംഭവമാണ്, ആ സമയത്ത് നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങണം. എനിക്കാണെങ്കിൽ നമ്മളൊരു രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളവിടെ വെറുതെ വിൽക്കുന്നത് പോലും നമുക്ക് എക്സ്പെൻസാണ്. കാരണം നമുക്ക് ഹോട്ടൽ റെൻറ്റ് കൊടുക്കണം, നമുക്ക് വെറുതെ വിൽക്കുന്നത് പോലെ എക്സ്പെൻസാണ്. ഭക്ഷണം കഴിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ ജോലി നടക്കുന്നില്ല. വയ്യാണ്ടാവുമ്പോൾ എങ്ങനെ പുറത്തിറങ്ങി വീഡിയോ എടുക്കും? അപ്പോൾ നമ്മുടെ ജോലി നടക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിച്ച് നമ്മുടെ ഈ ഒരു അസുഖം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു രക്ഷയില്ല, മരുന്ന് കിട്ടുന്നില്ല. എന്നിട്ട് അവസാനം ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അരമണിക്കൂർ ട്രെയിനിൽ പോയാൽ ഈ ഓസ്ട്രേലിയ അടുത്ത രാജ്യത്തായി. ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മലയാളികൾ സഹായിച്ച് എനിക്ക് തൽക്കാലത്തേക്ക് മരുന്ന് കിട്ടി. ഞാനത് കഴിച്ചു. 2 ദിവസം അവിടെ റെസ്റ്റ് എടുത്തിട്ടും മാറുന്നില്ല. ഞാനൊന്ന് ഇന്റർപ്റ്റ് ചെയ്യാണ്, നമുക്ക് സമയത്തിനായി വരുന്നത് പെട്ടെന്ന് അത് ഒരുത്തി പറഞ്ഞോളൂ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി വന്നു. ഞാൻ ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെയും വിളിക്കാന്ന് വരാനിരുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ വന്നിട്ട് ഒരാഴ്ചയായി. അത് കാരണം എനിക്ക് ഒരാഴ്ച നേരത്തെ വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ടാവും ഈ ഒരു യാത്രയിൽ. പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക, അനുഭവങ്ങളാണ്, നമുക്ക് ഫേസ് ചെയ്യുന്ന അനുഭവങ്ങളാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചു, ഇനി ഒരു ഹെൽത്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിച്ചു. അപ്പോൾ ബാക്ക് ടു ചോദ്യം, നമ്മുടെ പുസ്തകം എന്ന് പറയുന്നത് ഞാൻ 2 വർഷമായി ആ യാത്ര പൂർത്തിയാക്കിയിട്ട്. എൻ്റെ മകൻ 1 വയസ്സുള്ളപ്പം യാത്ര തുടങ്ങിയതാണ്. ഞാനും എൻ്റെ ഭാര്യയും മകനും അവരിവിടെ ഉണ്ട്, എൻ്റെ അനിയനും കൂടി. നമ്മൾ രാജ്യങ്ങളിൽ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട് എന്താണെന്ന് ശരിക്കൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഇറങ്ങിയതാണ്. ഒരു 2 മാസത്തെ യാത്രയായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അത് 8 മാസം എടുത്തു. ലക്ഷദ്വീപും ആൻഡമാനും ഒഴികെ ബാക്കി എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും സന്ദർശിച്ചു. എൻ്റെ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. 8 മാസം യാത്ര ചെയ്ത് ഏകദേശം 42,000 കിലോമീറ്റർ. ഇന്ത്യയുടെ ഒരു ശരിക്കുള്ളൊരു പൾസ് ആ ഒരു യാത്രയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ശരിക്കും യഥാർത്ഥ ഇന്ത്യ എന്താണെന്ന് കുറേയൊക്കെ കാണാൻ സാധിച്ചു. യഥാർത്ഥ ഇന്ത്യ ഫീൽ ചെയ്യാൻ പറ്റി. പല നാട്ടിലെ ഭക്ഷണവും പല നാട്ടിലെ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ യാത്രയുടെ എനിക്ക് എഴുതി ശീലമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത്. അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊരു യാത്രാ സാഹിത്യമായിട്ടല്ല എഴുതിയിരിക്കുന്നത്, ഒരു യാത്രാനുഭവം. അതായത് എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾക്ക് എൻ്റെ വീഡിയോകൾ എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു ഒഴുക്കൻ പറ്റിപ്പോകുന്ന ഒരു യാത്രാനുഭവം മാത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്തൊരു സാഹിത്യം ഭാഗവും അങ്ങനെയൊന്നുമില്ല. വലിയ വലിയ ട്രാവലുകളൊക്കെ എഴുതുന്ന ആളുകളുണ്ട്. അപ്പം ഒരു പുതിയൊരു ഒരു ഉദ്യമമാണ്. അപ്പം എല്ലാവരും പ്രകാശനത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ബുക്ക് സ്റ്റോറിൽ ഉണ്ടാവും. അപ്പം വായിച്ചു നോക്കുക, അഭിപ്രായം പറയുക.
നമ്മുടെ സമയം കടന്നിരിക്കുകയാണ്. ഇനി ഒരു 5-6 മിനിറ്റ് ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ഇവിടെ ഇരിക്കുന്ന ഗസ്റ്റുകളുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും പെട്ടെന്ന് തീരുവാണെങ്കിൽ വളരെ സന്തോഷം. എനിക്ക് പുജിത്തിനോടാണ് ചോദിക്കാനുള്ളത്. കേൽ ടു UK യാത്ര 180 190 കൂടെ ആയി, എല്ലാം കാണാറുണ്ടായിരുന്നു. എനിക്ക് പുജിത്തോട് പറയാനുള്ളത്, പിന്നെ ഒരു രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ ഒന്ന് കളക്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോക്കകത്ത് തന്നെ പറയുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയില്ലാന്ന്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഞങ്ങൾക്ക് ഒരു ഉപകാരമായിരുന്നു. നല്ലൊരു യാത്രയാണ്. അപ്പോൾ എല്ലാ ഭാവങ്ങളും താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനിക്കും ചോദിക്കാനുള്ളത് സാറിനോടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റുമേനിയയിൽ പോയപ്പോൾ ഇവിടെ ഡ്രാക്കുള കോട്ട സാറ് പോയി കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഓദർ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പോയിട്ടില്ല സാറ് തന്നെ. അപ്പോൾ ശരിക്കും അവിടുത്തെ പല ഹിസ്റ്ററിയും ഒരു മിഥ്യയാണ്, മീൻസ് ഒരു ആർട്ടിസ്റ്റിനായിട്ട് ക്രിയേറ്റ് ചെയ്ത സംഭവമാണോ? ആക്ച്വലി ബ്രാം സ്റ്റോക്കർ എഴുതിയ ഡ്രാക്കുള എന്ന് പറയുന്ന അതൊരു ഫിക്ഷണൽ സംഭവമാണല്ലോ. അത് ഒരു കഥയാണ്. അതൊരിക്കലും റൊമാനിയയിലെ ആ ഒരു കോട്ടയെ പറ്റി എഴുതിയ ഒരു സംഭവമല്ല അത് ബേസിക്കലി. പക്ഷേ ഇപ്പം ഓർഡിനറി എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ചിത്രീകരിച്ചത് ഗവിയിലാണോ? അല്ല. അതിൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഗവിയിൽ ചിത്രീകരിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ വാഗമണ്ണും ബാക്കിയുള്ള സംഭവങ്ങളാണ്. പക്ഷേ ആ സിനിമയുടെ പേരിൽ ആ ഗവി ഹിറ്റായി, ആ സ്ഥലം ഹിറ്റായി. അതേപോലെയാണ് സത്യം പറഞ്ഞാൽ ഈ ഡ്രാക്കുള കോട്ട എന്ന് പറയുന്നത്. അത് ആക്ച്വലി ആ ബുക്കിൻ്റെ പേരിൽ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ടൂറിസം അവർ ഉപയോഗിക്കുന്നു. അതാണ് സംഭവിക്കുന്നത് അവിടെ. ആർക്കെങ്കിലും? എനിക്ക് പുജിത്തിനോടാണ് ചോദിക്കാനുള്ളത്. ഏകദേശം ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിനൊരു വീഡിയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം ക്യൂബയിൽ പോയിട്ട് ആ രാജ്യത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. അതാണ് പ്രശ്നമായെന്ന് പറഞ്ഞ വീഡിയോ. പ്രശ്നമായിട്ടില്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ക്യൂബയെ പറ്റി നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിൽ താങ്കളുടെ ഒരു യാത്രാ വിവരണത്തിൽ ആ രാജ്യത്തെപ്പറ്റി കുറച്ചുകൂടി പഠിച്ച് ആ രാജ്യം ഇത് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ആ രാജ്യം ഈ നിലയിൽ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പഠിച്ചിട്ട് വേണം ഇത്തരം വീഡിയോകൾ ചെയ്യാനെന്നുള്ള ഒരു നിർദ്ദേശമാണ് താങ്കളോട് അറിയാനുള്ളത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞു യഥാർത്ഥ ക്യൂബ എന്താണെന്ന് ഞാൻ ഈ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. യഥാർത്ഥ ക്യൂബയെ കാണിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ ക്യൂബ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു പഠനം നടത്തുന്നതും നല്ലതായിരിക്കുന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് ഇതുമായിട്ട് പൂജിപ്പിക്കാൻ. താങ്ക് യു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതൊരു സ്പോൺസേർഡ് ട്രിപ്പായിരുന്നു. അത് ക്യൂബൻ ടൂറിസവും അതേപോലെ തന്നെ ഇവിടെയുള്ള ട്രാവൽ ഏജൻസിനെ ചേർത്തുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൽ എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് അവരുടെ രാജ്യത്തിൻ്റെ ഒരു റിയൽ സ്റ്റോറി പറയാൻ പോലും പറ്റാത്തൊരു ട്രാപ്ഡ് അവസ്ഥയിലായിരുന്നു ഞാൻ. അതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റായിരുന്നത്. ഐ വാസ് ഹെൽപ്ലെസ്. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വരാവുന്നതാണ്. ഹലോ, ഇതെല്ലാം ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ എങ്ങനെ വേണേൽ ട്രാവൽ ചെയ്യാം, അദ്ദേഹം യാത്ര ചെയ്യുന്ന പോലെ ട്രാവൽ ചെയ്യാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നാളത്തെ കാര്യം ഞാൻ ഇന്ന് വൈകിട്ട് തീരുമാനിക്കും. പക്ഷേ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പം അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് അവർ സഫർ ചെയ്യും ചിലപ്പം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ അതാണ് ഞാൻ കണ്ടൊരു വ്യത്യാസം. നമുക്ക് കുറച്ച് പ്ലാൻഡായിട്ട് ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. വി ഹാവ് മോർ ഫ്രീഡം. ഈ സെഷന് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്.